കെമിക്കൽ കോമ്പൗണ്ട്സ് ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻസ്. അതാണ് നമുക്കറിയേണ്ടത്. കെമിക്കൽ കോമ്പൗണ്ട്സിനെ നമ്മൾ പ്രധാനമായിട്ടും ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. നമുക്ക് പല രീതിയിൽ കെമിക്കൽ കോമ്പൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യാം. എന്നാൽ അതിൽ ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഇതാണ്: ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. എന്താണ് ആസിഡ്? ഒരു കെമിക്കൽ കോമ്പൗണ്ടിൽ ഒന്നോ അതിലധികമോ ഹൈഡ്രജൻ ആറ്റംസും സൊല്യൂഷനിൽ ഹൈഡ്രജൻ അയോൺസും അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺസും എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് ആസിഡ്സ് എന്ന് പറയുന്നത്. സോ ആസിഡ്സ് ആർ കെമിക്കൽ കോമ്പൗണ്ട്സ് which have one or more hydrogen atoms in the compound, and also in the solution they should produce H plus ions or H3O plus ions. Hydrogen ions അല്ല, ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. ബേസസ്, മെറ്റാലിക് ഓക്സൈഡ്സ്, മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് അല്ലെങ്കിൽ അമോണിയം സൊല്യൂഷൻ, ഇതിനെയാണ് നമ്മൾ സാധാരണ ബേസസ് എന്ന് പറയുന്നത്. മെറ്റാലിക് ഓക്സൈഡ്സ്, മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് അല്ലെങ്കിൽ അമോണിയം സൊല്യൂഷൻ. മൂന്നാമതായിട്ട് സോൾട്ട്സ്. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റാണ് സോൾട്ട്സ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറയുന്നു. കെമിക്കൽ കോമ്പൗണ്ട്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. അപ്പോൾ ആസിഡ്സിൽ ഒന്നോ അതിലധികമോ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടായിരിക്കണം. സൊല്യൂഷനിൽ H പ്ലസ് അയോൺസ് അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ സിമ്പിളായിട്ട് ബേസ് എന്ന് പറയുന്നത്. ആസിഡ് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മെറ്റൽ ഓക്സൈഡ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അമോണിയം സൊല്യൂഷൻ ആയിരിക്കണം. അമോണിയം ഉള്ള സൊല്യൂഷൻ ആയിരിക്കണം. അമോണിയ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ബേസസ് എന്ന് പറയുന്നത്. സോൾട്ട്സ് എന്ന് സാധാരണഗതിയിൽ പറയുന്നത് ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. സോൾട്ട് മാത്രമല്ല പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്, അതിനോടൊപ്പം വാട്ടർ ഉണ്ടാകാം, അല്ലെങ്കിൽ അതിനോടൊപ്പം മറ്റ് പ്രോഡക്ട്സ് ഉണ്ടാകാം, ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ ദ സോൾട്ട് ഈസ് എ നോർമൽ സോൾട്ട്, അല്ല ആസിഡിക് സോൾട്ട്, അല്ല ബേസിക് സോൾട്ട്, എന്താണെന്ന് വെച്ചാൽ. അപ്പം ഞാൻ പറഞ്ഞത് ആസിഡ്സിനെയും ബേസസിനെയും സോൾട്ട്സിനെയും ഒക്കെ നമുക്ക് കൂടുതൽ ക്ലാസിഫിക്കേഷൻ നടത്താൻ സാധ്യമാണ്. അപ്പോൾ ജനറലായിട്ട് ഈ മൂന്ന് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമുക്കിനി ഇവരെ ഓരോന്നിനെയും വൺ ബൈ വൺ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ആസിഡ്സിന്റെ കാര്യം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ആസിഡ്സ് എന്ന് പറയുന്നത് സൊല്യൂഷനിൽ H പ്ലസ് അല്ലെങ്കിൽ H3O പ്ലസ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സാധനങ്ങളാണ്, കഴിവുള്ള കോമ്പൗണ്ട്സ് ആണ്, കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. നമുക്കിപ്പോ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനം സൊല്യൂഷനിൽ എടുത്താൽ, വാട്ടറിൽ എടുത്തു കഴിഞ്ഞാൽ അത് H പ്ലസ് ആയിട്ടും Cl മൈനസ് ആയിട്ടും ഡിസോസിയേറ്റ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതാണ്, H പ്ലസ് ആയിട്ടും Cl മൈനസ് ആയിട്ടും ഡിസോസിയേറ്റ് ചെയ്യും. എന്നാൽ ഈ H പ്ലസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്, അത് അൺസ്റ്റേബിൾ ആണ്, അത് ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല, അത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ H പ്ലസ് മറ്റൊരു വാട്ടർ മോളിക്യൂളുമായിട്ട് ഫോം ചെയ്ത് ഹൈഡ്രോണിയം അയോൺ ഫോം ചെയ്യും, H3O പ്ലസ് ഫോം ചെയ്യും. ഈ H3O പ്ലസ് എന്ന് പറയുന്നത് ചാർജ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ പോലും അത് സ്റ്റേബിൾ ആണ്. കാരണം ഓക്സിജന് ഒക്ടറ്റ് കോൺഫിഗറേഷൻ ഉണ്ട്, 3 ഹൈഡ്രജൻ ആറ്റംസിനും ഡ്യൂപ്ലറ്റ് കോൺഫിഗറേഷനും ഉണ്ട്, അതുകൊണ്ട് അത് സ്റ്റേബിൾ ആണ്. ഇതുപോലെ മറ്റ് എക്സാമ്പിൾസ് നോക്കിയാൽ നമുക്ക് സൾഫ്യൂറിക് ആസിഡ് നോക്കാം. H2SO4, ദിസ് ഈസ് സൾഫ്യൂറിക് ആസിഡ്.
ഈ സൾഫ്യൂറിക് ആസിഡ് വാട്ടറുമായി റിയാക്ട് ചെയ്യുന്നു, 2H2O ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2H3O പ്ലസ് സൾഫേറ്റ് അയോൺ കിട്ടുന്നു. നമ്മൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് എഴുതുമ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇക്വേഷൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് ബാലൻസ്ഡ് ആണോ എന്ന് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സൾഫ്യൂറിക് ആസിഡും ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഹൈഡ്രോണിയം അയോൺ ആണ്. ഇവിടെ സൾഫ്യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് 2 ഹൈഡ്രോണിയം അയോൺസ് ആണ്. അതുപോലെ നമുക്ക് നൈട്രിക് ആസിഡ് നോക്കാം. നൈട്രിക് ആസിഡ് HNO3 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ H3O പ്ലസ് നൈട്രേറ്റ് അയോൺ NO3 മൈനസ്. ഇവിടെയും നൈട്രിക് ആസിഡ് സൊല്യൂഷനിൽ ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്തു പ്ലസ് നൈട്രേറ്റ് അയോൺ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആസിഡ്സിന് എക്സാമ്പിൾ ആണ്. നമുക്കിനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അസറ്റിക് ആസിഡ് നോക്കാം. CH3COOH. ഇത് വാട്ടറിൽ H3O പ്ലസ് ആയിട്ടും CH3COO ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. അസറ്റേറ്റ് അയോൺ ആയിട്ടും ഹൈഡ്രോണിയം അയോൺസ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എല്ലാം കോമൺ ആയിട്ടുള്ള ഫാക്ടർ സൊല്യൂഷനിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിലും സൾഫ്യൂറിക് ആസിഡ് ആണെങ്കിലും നൈട്രിക് ആസിഡ് ആണെങ്കിലും അസറ്റിക് ആസിഡ് ആണെങ്കിലും എല്ലാം സൊല്യൂഷനിൽ ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സൊല്യൂഷനിൽ ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആസിഡ്സ് എന്ന് പറയുന്നത്. ആസിഡ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഓർഗാനിക് ആസിഡും ഇനോർഗാനിക് ആസിഡ്സും ആണ്. നമുക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓർഗാനിക് ആസിഡ്സ് എന്താണെന്ന് നോക്കാം. ഓർഗാനിക് ആസിഡ്സ് സാധാരണ പ്ലാന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്ലാന്റ് പ്രോഡക്ട്സിൽ നിന്ന് കിട്ടുന്ന ആസിഡ്സിനെയാണ് നമ്മൾ ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ആസിഡ്സിന് ഒരു സോർ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്ലാന്റ് പ്രോഡക്ട്സ് ലൈക്ക് ലെമൺ അല്ലെങ്കിൽ ഓറഞ്ചിനൊക്കെ ഒരു സോർ ടേസ്റ്റ് ഉള്ളത്. അതിനകത്തുള്ള സിട്രിക് ആസിഡ് കാരണം ദേ ആർ കോൾഡ് സിട്രസ് ഫ്രൂട്ട്സ്. അപ്പോൾ അതുപോലെ ലാക്റ്റിക് ആസിഡ്, മിൽക്കിൽ അല്ലെങ്കിൽ കേർഡിൽ ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ഇതൊക്കെ നാച്ചുറൽ പ്രോഡക്ട്സിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പ്ലാന്റ്സിൽ നിന്നോ പ്ലാന്റ് പ്രോഡക്ട്സിൽ നിന്നോ കിട്ടുന്ന ആസിഡ്സിനെയാണ് നമ്മൾ ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ അല്ലാതെ കിട്ടുന്ന ആസിഡ്സ്, നമുക്ക് മിനറൽസിൽ നിന്ന് കിട്ടുന്ന ആസിഡ്സിനെ നമ്മൾ മിനറൽ ആസിഡ്സ് എന്നോ ഇനോർഗാനിക് ആസിഡ്സ് എന്നോ പറയുന്നു. അപ്പോൾ ഓർഗാനിക് ആസിഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. COOH ട്വൈസ്. നമ്മളതിനെ ഓക്സാലിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഓക്സാലിക് ആസിഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഓർഗാനിക് ആസിഡ്. പിന്നെ നമുക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ അസറ്റിക് ആസിഡ്, CH3COOH. അസറ്റിക് ആസിഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഓർഗാനിക് ആസിഡ്. മറ്റൊരു എക്സാമ്പിൾ ഫോമിക് ആസിഡ്, HCOOH. ഫോമിക് ആസിഡ്. ഓർഗാനിക് ആസിഡ്സിന്റെ മറ്റൊരു പ്രത്യേകത, ദേ ആർ വെരി വീക്ക് ആസിഡ്സ്. ഓർഗാനിക് ആസിഡ്സ് വളരെ വീക്കാണ്. വീക്ക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷനിൽ അവര് പൂർണ്ണമായിട്ടും ഡിസോസിയേറ്റ് ചെയ്യത്തില്ല, സൊല്യൂഷനിൽ പൂർണ്ണമായിട്ടും അയണൈസ് ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഈ അസറ്റിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ, അസറ്റിക് ആസിഡ് നമുക്കറിയാം CH3COOH. ഇത്
സൊല്യൂഷനിൽ ഈ ഫോമിലും എക്സിസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ CH3COOH ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും, കറസ്പോണ്ടിങ് അയോൺസ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അയോൺസ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ സൊല്യൂഷനിൽ പൂർണ്ണമായും ഡിസോസിയേറ്റ് ചെയ്യാത്ത, പൂർണ്ണമായും അയണൈസ് ചെയ്യാത്ത ആസിഡ്സിനെയാണ് വീക്ക് ആസിഡ്സ് എന്ന് പറയുന്നത്. വീക്ക് ആസിഡ്സ് ആർ ആസിഡ്സ് which do not decompose completely in their solution. An acid which does not decompose completely in solution is called a weak acid. പൂർണ്ണമായി ഡിസോസിയേറ്റ് ചെയ്യാത്തതിനെയാണ് നമ്മൾ വീക്ക് ആസിഡ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ് ആസിഡ്സ്, ഓർഗാനിക് ആസിഡ്സ് എല്ലാം തന്നെ വീക്ക് ആസിഡ്സ് ആണ്. അങ്ങനെ പൂർണ്ണമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മളൊരു ബീക്കറിൽ, നമ്മളൊരു കണ്ടെയ്നറിൽ ഓർഗാനിക് ആസിഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മോളിക്യൂൾസും കാണും, അയോൺസും കാണും. ബോത്ത് മോളിക്യൂൾസ് ആൻഡ് അയോൺസ്. നമുക്ക് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് ഇനോർഗാനിക് ആസിഡ്സ്. ഇനോർഗാനിക് ആസിഡ്സ് അല്ലെങ്കിൽ ഇവർ നമ്മൾ മിനറൽ ആസിഡ്സ് എന്നും പറയാറുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന കോമൺ ആയിട്ടുള്ള ആസിഡ്സ് HCl, അതുപോലെ H2SO4. HCl എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. H2SO4 എന്ന് പറയുന്നത് സൾഫ്യൂറിക് ആസിഡ്. അതുപോലെ HNO3 നൈട്രിക് ആസിഡ്. അതുപോലെ കാർബോണിക് ആസിഡ്. ഇതൊക്കെ ഓർഗാനിക് ആസിഡ്സ് ആണ്. ഇതിൽ ഇനോർഗാനിക് ആസിഡ്സ് ആണ് അല്ലെങ്കിൽ മിനറൽ ആസിഡ്സ് ആണ്. ഇനോർഗാനിക് ആസിഡ്സ് അല്ലെങ്കിൽ മിനറൽ ആസിഡ്സ് ഒക്കെ സ്ട്രോങ് ആസിഡ്സ് ആണ്, എക്സെപ്റ്റ് കാർബോണിക് ആസിഡ്. ഇവരെല്ലാം സ്ട്രോങ് ആസിഡ്സ് ആണ്. ഇതിൽ കാർബോണിക് ആസിഡ് മാത്രം വീക്ക് ആസിഡ് ആണ്. അപ്പോൾ കാർബോണിക് ആസിഡ് ഒഴികെയുള്ള ഇനോർഗാനിക് ആസിഡ്സ് എല്ലാം സ്ട്രോങ് ആസിഡ്സ് ആണ്. എന്താണ് സ്ട്രോങ് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ? ദേ ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി ഇൻ സൊല്യൂഷൻ. സൊല്യൂഷനിൽ പൂർണ്ണമായും ഡിസോസിയേറ്റ് ചെയ്യും, പൂർണ്ണമായും അയണൈസ് ചെയ്യും. അയോൺസ് ആയിട്ട് മാത്രമേ അവർ എക്സിസ്റ്റ് ചെയ്യൂ. അവിടെ മോളിക്യൂൾ കാണില്ല. നമ്മളൊരു സൊല്യൂഷൻ അകത്ത് ഇപ്പോൾ സൾഫ്യൂറിക് ആസിഡിന്റെ മോളിക്യൂൾ H2SO4 മോളിക്യൂൾ നോക്കിയാൽ കാണത്തില്ല. അവിടെ ഹൈഡ്രജൻ അയോൺസ് ആയിട്ടും അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺസ് ആയിട്ടും സൾഫേറ്റ് അയോൺസ് ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും അയോണിക് സ്റ്റേറ്റിലായിരിക്കും അവര് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ സൊല്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന ആസിഡ്സിനെയാണ് നമ്മൾ സ്ട്രോങ് ആസിഡ്സ് എന്ന് പറയുന്നത്. ഓൾ മിനറൽ ആസിഡ്സ് എക്സെപ്റ്റ് കാർബോണിക് ആസിഡ് ആർ സ്ട്രോങ് ആസിഡ്സ്. ഓക്കെ, നമ്മളിപ്പോൾ ആസിഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി. ആസിഡ്സിനെ ഓർഗാനിക് ആസിഡ്സ് എന്നും ഇനോർഗാനിക് ആസിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്തതും മനസ്സിലാക്കി. ആസിഡ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ ബേസിസിറ്റി. ബേസിസിറ്റിക്ക് അനുസരിച്ച് ആസിഡ്സിനെ നമുക്ക് മോണോബേസിക് ആസിഡ് എന്നും ഡൈബേസിക് ആസിഡ്സ് എന്നും, മോണോബേസിക് ആസിഡ്സ്, ഡൈബേസിക് ആസിഡ്സ്, ട്രൈബേസിക് ആസിഡ്സ്, അല്ലെ പോളിബേസിക് ആസിഡ്സ്, ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒരു ആസിഡ് മോളിക്യൂൾ എത്ര ഹൈഡ്രോണിയം അയോൺസിനെ സൊല്യൂഷനിൽ നൽകുന്നു എന്നുള്ളതിനനുസരിച്ചാണ് മോണോബേസിക് ആണോ, ഡൈബേസിക് ആണോ, ട്രൈബേസിക് ആണോ, പോളിബേസിക് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒരു ആസിഡ് മോളിക്യൂൾ, ഒരു HCl മോളിക്യൂൾ എത്ര ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു സൾഫ്യൂറിക് ആസിഡ് മോളിക്യൂൾ, ഒരു H2SO4 മോളിക്യൂൾ എത്ര ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും,
ഒരു നൈട്രിക് ആസിഡ് മോളിക്യൂൾ, ഒരു HNO3 മോളിക്യൂൾ എത്ര ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മോണോ ബേസിക് ആണോ, ഡൈ ബേസിക് ആണോ, ട്രൈ ബേസിക് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു HCl അല്ലെ ഒരു ആസിഡ് മോളിക്യൂൾ ഒരു ഹൈഡ്രോണിയം അയോണിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, സൊല്യൂഷനിൽ ഒരു ആസിഡ് മോളിക്യൂൾ ഒരു ഹൈഡ്രോണിയം അയോണിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ മോണോബേസിക് ആസിഡ്. ഇഫ് എ സിംഗിൾ മോളിക്യൂൾ ഓഫ് an acid produce only one hydronium ion in the solution, അതിനെ മോണോബേസിക് ആസിഡ് എന്ന് പറയും. ഒരു മോളിക്യൂൾ ഓഫ് ആസിഡ് രണ്ട് ഹൈഡ്രോണിയം അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്താൽ ഡൈബേസിക് ആസിഡ് എന്ന് പറയും. ഒരു ആസിഡ് മോളിക്യൂൾ മൂന്ന് ഹൈഡ്രോണിയം അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്താൽ ട്രൈബേസിക് എന്ന് പറയും. ആൻഡ് സോ ഓൺ. നമുക്കിപ്പോൾ ഓരോന്നിനെ കുറിച്ചും നോക്കാം. ആദ്യമായിട്ട് മോണോബേസിക്കിനെ കുറിച്ച് നോക്കാം. മോണോബേസിക് മോണോബേസിക് ആസിഡ് ഞാൻ പറഞ്ഞു, മോണോബേസിക് ആസിഡ് ഒരു ആസിഡ് മോളിക്യൂൾ ഒരു ഹൈഡ്രോണിയം അയോണിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ HCl വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത്, അല്ലെങ്കിൽ സൊല്യൂഷനിൽ വാട്ടർ സൊല്യൂഷനിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? H3O പ്ലസ് Cl മൈനസ്. ഒരു HCl മോളിക്യൂൾ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്, ഒരു ഹൈഡ്രോണിയം അയോണിനെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. ഒരു HCl മോളിക്യൂൾ ആണ്, ഒരു ഹൈഡ്രോണിയം അയോൺ ആണുള്ളത്. ഇനി നമ്മൾ HNO3 എടുത്താലോ? HNO3 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹൈഡ്രോണിയം അയോൺ പ്ലസ് NO3 മൈനസ് നൈട്രേറ്റ് അയോൺ. അപ്പോൾ HNO3യും ഒരു ഹൈഡ്രോണിയം അയോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് HNO3യും ഒരു മോണോ ബേസിക് ആസിഡ് ആണ്. നമുക്കെടുത്ത് അസറ്റിക് ആസിഡിന്റെ കാര്യം നോക്കാം. CH3COOH പ്ലസ് H2O. ഇത് സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് H3O പ്ലസ് CH3COO മൈനസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ലിസൺ കെയർഫുള്ളി. നമുക്കിവിടെ ഒരു എച്ചേ ഉള്ളൂ, ഐ മീൻ ആസിഡിൽ ഒരു എച്ചേ ഉള്ളൂ, വാട്ടറിൽ 2 H ഉണ്ട്. അപ്പോൾ മൊത്തം 3 ഹൈഡ്രജൻ ആറ്റംസ്, ഒരു ഹൈഡ്രോണിയം അയോണേ ഉള്ളൂ, സംശയമില്ല. ഇവിടെയും നൈട്രിക് ആസിഡിൽ ഒരു എച്ചേ ഉള്ളൂ, വാട്ടർ മോളിക്യൂളിൽ 2 H. സ്വാഭാവികമായിട്ടും ഒരു ഹൈഡ്രോണിയം അയോണെ ഫോം ചെയ്യാൻ പറ്റും. എന്നാൽ അസറ്റിക് ആസിഡിൽ 4 ഹൈഡ്രോജൻ ആറ്റംസ് ഉണ്ട്. എന്നാൽ എല്ലാ ഹൈഡ്രോജൻ ആറ്റംസും അയണൈസബിൾ അല്ല, അല്ലെങ്കിൽ ആസിഡിൽ ഡിറ്റാച്ച് ചെയ്ത് വരുന്നില്ല, അത് സെപ്പറേറ്റ് അയോൺ ആയിട്ട് മാറുന്നില്ല. ഈ 3 ഹൈഡ്രജനും ഈ കാർബണുമായിട്ട് ചേർന്ന് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. ഈ ഹൈഡ്രജൻ മാത്രം, ഈ ഓക്സിജനോടൊപ്പം നിലനിൽക്കുന്ന ഹൈഡ്രജൻ മാത്രമാണ് അയണൈസ് ചെയ്ത് പുറത്തു വരുന്നത്. ആ ഹൈഡ്രജൻ ആണ് വാട്ടറുമായി ജോയിൻ ചെയ്ത് ഹൈഡ്രോണിയം അയോൺ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ, ഒരു ആസിഡിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് എന്നുള്ളതല്ല അത് മോണോബേസിക് ആണോ, ഡൈബേസിക് ആണോ, ട്രൈബേസിക് ആണോ എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ആസിഡ് സൊല്യൂഷനിൽ എത്ര ഹൈഡ്രജൻ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് ഇത് മോണോബേസിക് ആണോ, ഡൈബേസിക് ആണോ, ട്രൈബേസിക് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ എക്സാമ്പിൾസ് എല്ലാം ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഇവരെല്ലാം മോണോബേസിക് ആസിഡ്സ് ആണ്. ഡൈബേസിക് ആസിഡ് എന്താണെന്ന് നോക്കാം. ഡൈബേസിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഒരു ആസിഡ് മോളിക്യൂൾ 2
ഹൈഡ്രോണിയം അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. എ സിംഗിൾ ആസിഡ് മോളിക്യൂൾ പ്രൊഡ്യൂസസ് 2 ഹൈഡ്രോണിയം അയോൺസ് ഇൻ സൊല്യൂഷൻ. അങ്ങനെയുള്ള ആസിഡ്സിനെയാണ് നമ്മൾ ഡൈബേസിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഡൈബേസിക് ആസിഡ്സിന് എക്സാമ്പിൾ സൾഫ്യൂറിക് ആസിഡ് H2SO4, അതുപോലെ കാർബോണിക് ആസിഡ് H2CO3. ഇതൊക്കെയാണ് ഡൈബേസിക് ആസിഡ്സിന് എക്സാമ്പിൾ. ഇനി ഡൈബേസിക് ആസിഡ്സ് 2 ഹൈഡ്രോണിയം അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 സ്റ്റെപ്സിലാണ്. നേരത്തെ മോണോബേസിക് ആസിഡ് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ഒരു ഹൈഡ്രോണിയം അയോണിനെ പ്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ ഡൈബേസിക് ആസിഡ്സ് 2 ഹൈഡ്രോണിയം അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് 2 സ്റ്റെപ്പിലാണ്. നമുക്ക് സൾഫ്യൂറിക് ആസിഡിന്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. സൾഫ്യൂറിക് ആസിഡ് H2SO4 വാട്ടറുമായി ജോയിൻ ചെയ്യുമ്പോൾ പ്ലസ് H2O ഗീവ്സ് ആദ്യത്തെ ഹൈഡ്രോണിയം അയോൺ നമുക്ക് ഇവിടെ കിട്ടും H3O+. നമുക്കറിയാം ഈ H2ലെ ഒരു H ആണ് ഡിറ്റാച്ച് ചെയ്ത വാട്ടറുമായിട്ട് ചേരുന്നത്. H2SO4ലെ ഒരു H ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് വാട്ടറുമായി ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്ത് H3O+ ആവുന്നു. ബാക്കി ഇവിടെ എന്തുണ്ട്? HSO4 -. ഈ H2SO4 ഒരു വാട്ടർ മോളിക്യൂളുമായി ഫോം ചെയ്ത് H3O+ ആയി. ബാക്കി ഉണ്ടായിരുന്ന HSO4 മറ്റൊരു വാട്ടർ മോളിക്യൂളുമായി ജോയിൻ ചെയ്യും. HSO4- പ്ലസ് H2O gives H3O+ പ്ലസ് SO4-. ഇങ്ങനെ 2 സ്റ്റെപ്പിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. എന്നാൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മറ്റൊരു എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞ ഇത് കാർബോണിക് ആസിഡ് H2CO3 അത് വാട്ടറുമായി ജോയിൻ ചെയ്യുന്നു. അവിടെയും ഈ H2ലെ ഒരു H ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് വാട്ടറുമായി ജോയിൻ ചെയ്യും. അപ്പൊ എന്ത് പറ്റും? H3O+ പ്ലസ് ഇവിടെ ബാക്കി എന്തുണ്ട്? HCO3 -. ഈ HCO3- വേറൊരു വാട്ടർ മോളിക്യൂളുമായി ജോയിൻ ചെയ്ത് HCO3- പ്ലസ് മറ്റൊരു വാട്ടർ മോളിക്യൂളുമായി ജോയിൻ ചെയ്ത് മറ്റൊരു H3O+ ഫോം ചെയ്യും. അതിനോടൊപ്പം ആ H കൂടെ പൊക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ കാർബണേറ്റ് അയോൺ CO3- അയോൺ. അപ്പോൾ ഈ 2 കേസിലും നമുക്ക് 2 ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ഹൈഡ്രോണിയം അയോൺസ്, ഇവിടെ 2 ഹൈഡ്രോണിയം അയോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ മോളിക്യൂൾ ആണ്. ഇവിടെ ഒരു സിംഗിൾ മോളിക്യൂൾ ഓഫ് H2SO4 സൾഫ്യൂറിക് ആസിഡ്, ഇവിടെ ഒരു സിംഗിൾ മോളിക്യൂൾ ഓഫ് കാർബോണിക് ആസിഡ് H2CO3. ഇങ്ങനെയുള്ള ആസിഡ്സിനെയാണ് നമ്മൾ ഡൈബേസിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സോൾട്ട് കിട്ടുന്നത്. എന്നാൽ ഡൈബേസിക് ആസിഡ് ഒരു ബേസുമായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 സോൾട്ട്സ് കിട്ടും. അതിന് ഒന്നിനെ നമ്മൾ നോർമൽ സോൾട്ട് എന്ന് പറയും, മറ്റൊന്നിനെ അസിഡിക് സോൾട്ട് എന്ന് പറയും. When a dibasic acid reacts with a base, we get 2 salts. One is a normal salt and the other one is called acidic salt. മറ്റൊന്നിനെ നമ്മൾ അസിഡിക് സോൾട്ട് എന്ന് പറയും. ഓക്കെ, നമുക്കിനി ട്രൈബേസിക് ആസിഡ്സിനെ കുറിച്ച് നോക്കാം. സൊല്യൂഷനിൽ 3 ഹൈഡ്രോണിയം അയോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ആസിഡ്സിനെയാണ് ട്രൈബേസിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ട്രൈബേസിക് ആസിഡ്സ് provides അല്ലെങ്കിൽ produces 3 hydronium ions per molecule. ഒരൊറ്റ മോളിക്യൂൾ 3 ഹൈഡ്രോണിയം അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡ് H3PO4. ദിസ് കോൾഡ് ഫോസ്ഫോറിക് ആസിഡ്.
ഫോസ്ഫോറിക് ആസിഡ്. മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് സിട്രിക് ആസിഡ് C3H5OCOOH ത്രൈസ്. ഇതിനെയാണ് നമ്മൾ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. സിട്രിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഫോസ്ഫോറിക് ആസിഡും സിട്രിക് ആസിഡും ട്രൈബേസിക് ആസിഡ്സ് ആണ്. നമുക്ക് ഇത് മോണോബേസിക് ആസിഡ് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ഒരു ഹൈഡ്രോണിയം അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഡൈബേസിക് ആസിഡ് 2 സ്റ്റെപ്സിൽ 2 ഹൈഡ്രോണിയം അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ട്രൈബേസിക് ആസിഡ് 3 ഹൈഡ്രോണിയം അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് 3 സ്റ്റെപ്സിലാണ്. നമുക്ക് നോക്കാം. H3PO4 പ്ലസ് വാട്ടർ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അല്ലെ, ഒരു എച്ച് വാട്ടറുമായി ജോയിൻ ചെയ്യും, H3O പ്ലസ് ആവും. ബാക്കി ഇവിടെ പ്ലസ് H2PO4 മൈനസ്. ഇവിടുന്ന് ഒരു എച്ച് കഴിഞ്ഞാൽ H2PO4 മൈനസ്. ആ H2PO4 മൈനസ് മറ്റൊരു വാട്ടർ മോളിക്യൂളുമായി ജോയിൻ ചെയ്യും. മറ്റൊരു വാട്ടർ മോളിക്യൂളുമായി ജോയിൻ ചെയ്ത് ഈ എച്ച് ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നു, H3O പ്ലസ് ഫോം ചെയ്യുന്നു, പ്ലസ് അത് കഴിഞ്ഞാൽ HPO4 മൈനസ്. ഈ HPO4 മൈനസ് വീണ്ടും മറ്റൊരു വാട്ടർ മോളിക്യൂളുമായി ജോയിൻ ചെയ്യുന്നു. മറ്റൊരു വാട്ടർ മോളിക്യൂളുമായി ജോയിൻ ചെയ്തിട്ട് വീണ്ടും H3O പ്ലസ് ഫോം ചെയ്യുന്നു, പ്ലസ് PO4 മൈനസ്. ഇങ്ങനെയാണ് അതിന്റെ റിയാക്ഷൻ. ഇങ്ങനെ 3 സ്റ്റെപ്സിൽ 3 ഹൈഡ്രോണിയം അയോൺസിനെ അത് പ്രൊഡ്യൂസ് ചെയ്തു. നമുക്കത് വേണമെങ്കിൽ ഒരു സിംഗിൾ സ്റ്റെപ്പ് ആയിട്ട് വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. പിന്നെ ഞാൻ ആ സ്റ്റെപ്സ് ക്ലിയർ ആകുന്നതിന് 3 സ്റ്റെപ്സ് ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. 3 സ്റ്റെപ്സ് ആയിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഡൈബേസിക് ആസിഡിന്റെ കേസിൽ ഡൈബേസിക് ആസിഡ് ഒരു ബേസുമായിട്ട് ഫോം ചെയ്ത് 2 സോൾട്ട്സ് ഉണ്ടാവും. ഒരു നോർമൽ സോൾട്ടും ഒരു ആസിഡിക് സോൾട്ടും ഉണ്ടാവും. ഇവിടെ tribasic acid joins with or reacts with a base to form 2 acidic salts and 1 normal salt. 2 acidic salts and 1 normal salt. അപ്പോ ട്രൈബേസിക് ആസിഡ് ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 അസിഡിക് സോൾട്ടും ഒരു നോർമൽ സോൾട്ടും കിട്ടും.